ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫ്രാൻസിസ് ആലുക്കാസ് ഡയമണ്ട്സ്, പിക്കോസ്, പിണറായി ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പിണറായി. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിർത്തിയിട്ട ട്രെയിനിൽ സ്ത്രീയെ തീകൊളുത്തി കൊലപ്പെടുത്തിയ യുവാവിനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. ചെറുവാഞ്ചേരിയിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ്സുകൾക്ക് നേരെ അക്രമം. പ്രണയാഭ്യർത്ഥന നിരസിച്ച വിദ്യാർത്ഥിനിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. വാർത്തകൾ വിശദമായി. നിർത്തിയിട്ട ട്രെയിനിൽ സ്ത്രീയെ തീകൊളുത്തി കൊലപ്പെടുത്തിയ യുവാവിനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. പോലീസ് യുവാവിന്റെ രേഖാചിത്രം തയ്യാറാക്കി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട ട്രെയിനിനുള്ളിൽ മലപ്പുറം കൊണ്ടോട്ടി പെരിങ്ങോട്ടുമ്മൽ ഹൌസിൽ ഹസന്റെ മകൾ പാത്തുവിനെ തീകൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കി. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ വെച്ച് പാത്തു റെയിൽവേ പോലീസിന് നൽകിയ മൊഴിപ്രകാരമാണ് പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കി അന്വേഷണം പോലീസ് ഊർജിതമാക്കിയത്. പാത്തുവിന്റെ മൊബൈൽ ഫോൺ വിളികളുടെ വിശദാംശങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. റെയിൽവേ പോലീസ് SP VC മോഹന്റെ മേൽനോട്ടത്തിൽ CI AK ബാബു, കണ്ണൂർ റെയിൽവേ SI രവീന്ദ്രൻ, RPF ഇൻസ്പെക്ടർ വിജയകുമാർ, ASI VP ഇന്ദിഷ് എന്നിവരുടെ നേതൃത്വത്തിൽ റെയിൽവേ പോലീസും റെയിൽവേ സംരക്ഷണ സേനയും സ്ക്വാഡുകളായി തിരിഞ്ഞാണ് അന്വേഷണം നടത്തുന്നത്. SP-യുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ അന്വേഷണ സംഘം സംഭവം നടന്ന ട്രെയിൻ ബോഗി പരിശോധിച്ചു. ഇന്നലെ പുലർച്ചെ 4:45 എക്സിക്യൂട്ടീവ് എക്സ്പ്രസിലായിരുന്നു സംഭവം. ദേഹത്ത് 54% പൊള്ളലേറ്റതിനെ തുടർന്നാണ് പാത്തുവിനെ കണ്ണൂരിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഉച്ചകഴിഞ്ഞ് നില വഷളാകുകയും അബോധാവസ്ഥയിലാവുകയും രാത്രി 9 മരണം സംഭവിക്കുകയുമായിരുന്നു. ഇന്ന് രാവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി CI ബാബുവിന്റെ നേതൃത്വത്തിൽ പാത്തുവിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി. ഇന്നലെ 2 തവണ കോഴിക്കോട് മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നുവെങ്കിലും പാത്തുവിൽ നിന്ന് മൊഴിയെടുക്കാനായിരുന്നില്ല. ഇന്നലെ പുലർച്ചെ 5-ന് കണ്ണൂരിൽ നിന്ന് പുറപ്പെടേണ്ട ട്രെയിനിൽ കയറിയ പാത്തുവിന് പിന്നാലെ എത്തിയ യുവാവ് മണ്ണെണ്ണ ഒഴിച്ച ശേഷം തീ കൊളുത്തുകയായിരുന്നു. ബോഗിയിലെ ഒരു സീറ്റും കത്തി നശിച്ചു. തീ കൊളുത്തിയ യുവാവ് ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. കോഴിക്കോട് നിന്ന് പാത്തുവിനെ പിന്തുടർന്നെത്തിയ യുവാവാണ് തീ കൊളുത്തിയതെന്ന് നിഗമനത്തിലാണ് പോലീസ്. ചെറുവാഞ്ചേരിയിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ്സുകൾക്ക് നേരെ അക്രമം. ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. പാട്യം ഗ്രാമപഞ്ചായത്ത് മെമ്പറും CPM ചെറുവാഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗവുമായ കാര്യാട്ടുപുറത്തെ MC ഭാസ്കരന്റെ ഉടമസ്ഥയിലുള്ള 3 ബസ്സുകൾക്ക് നേരെയായിരുന്നു ഇന്നലെ അക്രമമുണ്ടായത്. ചെറുവാഞ്ചേരി ടൗണിനടുത്തുള്ള ചൂളയ്ക്ക് സമീപം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ബസ്സുകൾ. അക്രമത്തിൽ പ്രതിഷേധിച്ച് കൂത്തുപറമ്പ് ചെറുവാഞ്ചേരി റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ ഇന്ന് രാവിലെ മുതൽ മിന്നൽ പണിമുടക്ക് നടത്തി. ഇന്നലെ രാത്രി 9 ഓട്ടം കഴിഞ്ഞ് നിർത്തിയിട്ടതായിരുന്നു ബസ്സുകൾ. ഇന്ന് രാവിലെ 6:30 ബസ് ജീവനക്കാർ എത്തിയപ്പോഴാണ് അക്രമം ശ്രദ്ധയിൽപ്പെട്ടത്. നിർത്തിയിട്ട കൊട്ടയോടൻ ബസിന്റെ മുൻവശത്തെ ഗ്ലാസും മറ്റു 2 അർജുൻ ബസ്സുകളുടെ ടയറുകളുമാണ് അക്രമികൾ നശിപ്പിച്ചത്. അക്രമത്തിന്റെ പിന്നിൽ ആരെന്ന് വ്യക്തമായിട്ടില്ലെന്നും ബസ് ഉടമകൾ പറഞ്ഞു. ചെറുവാഞ്ചേരി മേഖലയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് CPM BJP സംഘർഷമുണ്ടായിരുന്നു. അക്രമ വിവരമറിഞ്ഞ് കണ്ണവും പോലീസ് സ്ഥലത്തെത്തി. തലശ്ശേരി ഇല്ലത്തുതാഴ ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വരുന്ന മത്സ്യ വിൽപ്പന ഷെഡ് ഇന്നലെ അർദ്ധരാത്രിയിൽ അടിച്ചു തകർത്തു. ഇതുമായി ബന്ധപ്പെട്ട് തലശ്ശേരി പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തു. തലശ്ശേരി ഇല്ലത്തുതാഴ ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വരുന്ന മത്സ്യവിൽപ്പന ഷെഡ് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് അടിച്ചു തകർത്തത്. ഇതുമായി ബന്ധപ്പെട്ട ഒരാളെ തലശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. അടിച്ചു തകർത്ത മത്സ്യഷെഡിൽ നിന്നും പുറത്തായ മത്സ്യം റോഡിൽ കെട്ടിനിന്ന് ദുർഗന്ധം വമിക്കുന്നതിനാൽ മണിക്കൂറുകളോളം കാൽനടയാത്ര പോലും മുടങ്ങിയതായും നാട്ടുകാർ ആരോപിച്ചു. മത്സ്യവിൽപ്പന ഷെഡിലെ മുറിയിൽ സൂക്ഷിച്ച ശീതീകരണ യന്ത്രവും തകർത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇല്ലത്തുതാഴയിലെ ജിതേഷിനെ തലശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇല്ലത്തുതാഴെ വയലളം സ്കൂളിനടുത്തുള്ള പവിത്ര നിവാസിൽ NM പവിത്രൻ നൽകിയ പരാതിയെ തുടർന്നാണ് തലശ്ശേരി പോലീസ് കേസെടുത്തത്. ബോക്സുകളെല്ലാം വലിച്ചു വാരിയിട്ടുണ്ട്. പിന്നെ ഫ്രീസർ ബോക്സ് അടിച്ച് തകർത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ
സ്വൈര്യവിഹാരം നടത്തുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് ഇവിടെ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മത്സ്യം ഒരുവിധം സ്രാവ്, പിന്നെ കേതൽ, അങ്ങനത്തെ കുറേ മത്സ്യങ്ങൾ ഇവിടെ കളവുപോയിട്ടുണ്ട്. 50,000 രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നഗരസഭയുടെ അനുമതി ഇല്ലാതെയാണ് മത്സ്യഷെഡ് പ്രവർത്തിച്ചു വരുന്നതെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം അറിയിച്ചു. അനധികൃതമായി പ്രവർത്തിക്കുന്ന മത്സ്യഷെഡിൽ നിന്ന് മലിനജലവും മറ്റും പുറത്തേക്ക് ഒഴുകുന്നതിനാൽ ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവുന്നതായും ആരോപിക്കപ്പെടുന്നുണ്ട്. എരഞ്ഞോളി പാലത്തിനടുത്തും മറ്റുമായി ഇത്തരത്തിൽ അനധികൃത മത്സ്യവില്പന കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ടെന്നും ഇതിനെതിരെ നാട്ടുകാർ നഗരസഭ അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിക്കുന്നില്ലെന്നുമാണ് ആരോപണം. ഇത്തരത്തിലുള്ള അനധികൃത മത്സ്യവില്പന കേന്ദ്രങ്ങൾ പരിസര മലിനീകരണവും മറ്റും ഉണ്ടാക്കുന്നതായും നഗരസഭ ആരോഗ്യ വിഭാഗവും റിപ്പോർട്ട് നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. പ്രണയാഭ്യർത്ഥന നിരസിച്ച വിദ്യാർത്ഥിനിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. ചിറക്കര മോറക്കുന്നിലെ തൗഹീറ മൻസിൽ ചെറിയ പറമ്പ് മുഹമ്മദ് അഫ്സലിനെയാണ് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടത്. ശിക്ഷ 23-ന് കോടതി പ്രഖ്യാപിക്കും. തലശ്ശേരി ക്രൈസ്റ്റ് കോളേജ് വിദ്യാർത്ഥിനിയും ചിറക്കര KTP മുക്കിലെ സംജാസിൽ സമ്മൂട്ടിയുടെ മകളുമായ ഷഫ്നയെ വീടിന്റെ മുറ്റത്ത് വെച്ച് കുത്തിക്കൊലപ്പെടുത്തി എന്ന കേസിൽ പ്രതിയായ ചിറക്കര മോറക്കുന്നിലെ തൗഫീഖ് മൻസിൽ ചെറിയ പറമ്പത്ത് മുഹമ്മദ് അഫ്സൽ കുറ്റക്കാരനാണെന്ന് 1ാം ക്ലാസ് ജില്ലാ സെഷൻസ് ജഡ്ജി വി ജയരാജൻ വിധിച്ചു. പ്രതിക്കുള്ള ശിക്ഷ 23-ന് കോടതി പ്രഖ്യാപിക്കും. 2004 ജനുവരി 13-ന് ഉച്ചയോടെ കോളേജ് വിട്ട് വീട്ടിലേക്ക് വരികയായിരുന്ന ഷഫ്നയെ പ്രതി ഓട്ടോറിക്ഷയിൽ പിന്തുടർന്നു വന്ന് വീട്ടിൽ അതിക്രമിച്ചു കടന്ന് കുത്തിക്കൊലപ്പെടുത്തി എന്നാണ് കേസ്. പ്രണയാഭ്യർത്ഥന നിരസിച്ചുള്ള വിരോധമാണ് കൊലയ്ക്ക് കാരണമായി ആരോപിച്ചിട്ടുള്ളത്. കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത് മുങ്ങിയ പ്രതി പിന്നീട് ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് കുവൈറ്റിൽ നിന്നും പിടികൂടിയത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് K. ബിശ്വനാണ് ഹാജരായത്. RSS നേതാവ് മനോജ് വധവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്ന ഭീകരതയ്ക്കെതിരെ CPM-ന്റെ നേതൃത്വത്തിൽ 29-ന് തലശ്ശേരി ക്യാമ്പ് ഓഫീസിന് മുന്നിലും 31-ന് കണ്ണൂർ SP ഓഫീസിന് മുന്നിലും സത്യാഗ്രഹം നടത്തുമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം കണ്ണൂർ ജില്ലയിൽ CPIM-നെയും ഇടതുപക്ഷത്തെയും നിരന്തരം വേട്ടയാടുകയാണ്. തലശ്ശേരിയിലെ പോലീസ് ക്യാമ്പ് 3ാം മുറയുടെ കേന്ദ്രമായി മാറി. ക്രൂരമായ മർദ്ദനമാണ് അഴിച്ചുവിട്ടത്. പോലീസ് മർദ്ദനത്തിന്റെ ഫലമായി മാലൂർ സ്വദേശി പ്രഭാകരന്റെ കേൾവിശക്തിയും കാഴ്ചശക്തിയും കുറഞ്ഞു. ഡോക്ടർമാർ ശ്രവണയന്ത്രവും കണ്ണടയും ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. കൈവിരലുകൾ ഒടിഞ്ഞു. 3ാം മുറ നടത്തുന്ന പോലീസിനെ ന്യായീകരിക്കാൻ പോലീസ് അസോസിയേഷൻ രംഗത്ത് വന്നത് അപഹാസ്യമാണ്. ഡിവൈഎസ്പിമാരായ സോജൻ, സന്തോഷ്, CI ബെന്നി, SI പ്രേമൻ എന്നിവരാണ് 3ാം മുറകൾക്ക് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ. ഇവരുടെ പേരിൽ നടപടി എടുക്കുക തന്നെ വേണമെന്ന് P. ജയരാജൻ പറഞ്ഞു. കുറ്റം ചാർത്തുന്ന അവസരത്തിൽ ഓരോരുത്തർക്കുമുള്ള ബന്ധം സംബന്ധിച്ച് അപ്പോഴാണല്ലോ വ്യക്തമാക്കേണ്ടത്. ഇവിടെ ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം ഏത് ഏജൻസി അന്വേഷിക്കുന്നതിനും CPM എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല. സംഭവത്തോടുള്ള പ്രതികരണം പാർട്ടി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷണം നിയമപരമായിരിക്കണം. നിയമപരമല്ലാത്ത നിലയിൽ, നിയമവിരുദ്ധമായിട്ടുള്ള നിലയിൽ, അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന നിലയിലുള്ള അന്വേഷണ രീതികളാണ് ഇപ്പോ അന്വേഷണ സംഘം കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. കതിരൂർ, കിഴക്കേ കതിരൂർ, കൂത്തുപറമ്പ്, മാലൂർ, ചക്കരക്കല്ല്, പേർളശ്ശേരി, കേളകം, മയ്യിൽ എന്നീ പ്രദേശങ്ങളിൽ RSS തേർവാഴ്ചയ്ക്ക് പുറമെ പോലീസ് ഭീകരത സൃഷ്ടിക്കുകയാണ്. നിരപരാധികളായ CPM പ്രവർത്തകരുടെ വീടുകളിൽ പോലീസ് നരനായാട്ട് നടത്തുകയാണ്. കതിരൂർ കേസിൽ ഭീകരവിരുദ്ധ നിയമത്തിലെ വകുപ്പുകൾ ചേർത്തത് തന്നെ പോലീസ് ഭീകരതയ്ക്ക് വേണ്ടിയാണ്. കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി UAPA വകുപ്പ് ചേർത്തതിൽ പ്രതിഷേധം ഉയർന്നുവന്നു. ഭരണകക്ഷി നേതാക്കൾ പോലും സർക്കാർ നടപടി തെറ്റാണെന്ന് പ്രസ്താവിച്ചു. തെറ്റ് തിരുത്താതെ സർക്കാർ CPM വേട്ടക്കായി പോലീസിനെ കയറൂരി വിടുകയാണ് ചെയ്യുന്നത്. RSS-ന് വേണ്ടി പാദസേവ നടത്തുന്നവരായി പോലീസ് അധപ്പതിച്ചു. അല്ല, ഇതിപ്പോ RSS-ന് കീഴ്പ്പെടുന്ന സമീപനം, RSS-ന് പാദസേവ ചെയ്യുന്ന CPM ഈ പോലീസിന്റെ സമീപനം അത് കേരളത്തിൽ പലയിടത്തും ഉള്ളതാണ്. കതിരൂർ കേസ് അന്വേഷണവുമായി മാത്രം ബന്ധപ്പെട്ടില്ലല്ലോ. ഇപ്പോ ചക്കരക്കല്ല് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ RSS-ന് പാദസേവ ചെയ്യുന്ന പോലീസിന്റെ നടപടി വന്നല്ലോ. അത് കതിരൂർ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലോ. അപ്പോൾ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ചെന്നിത്തല പോലീസ് സേനയ്ക്കൊരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. CPM-നെ തകർക്കാനുള്ള RSS-ന്റെ പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ പോലീസ് ചെയ്യണം. അതിനനുസരിച്ചാണ് ഈ നടപടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. മുഴക്കുന്നിലെ പഞ്ചായത്ത് മെമ്പറുടെയും കുടുംബത്തിന്റെയും ആത്മഹത്യ നാടിന് നടുക്കിയ സംഭവമായിരുന്നു. കോൺഗ്രസുകാർ നടത്തിയ അപവാദ പ്രചാരണമാണ് മരണത്തിനിടയാക്കിയത്. സഹോദരൻ നൽകിയ പരാതിയെ അടിസ്ഥാനമാക്കി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നതിന് പകരം മുഴക്കുന്ന് സംഭവത്തിൽ രാഷ്ട്രീയം കളിക്കുകയാണ് പോലീസ് ചെയ്യുന്നത് എന്നും P. ജയരാജൻ ആരോപിച്ചു. കണ്ണൂർ റോഡ് വികസനത്തിന്റെ ഭാഗമായി ദേശീയപാതയോരത്തെ ശ്മശാന ഭൂമികളുടെ മതിലുകൾ പൊളിച്ചു നീക്കി.
കളക്ടർ പി ബാലകിരണിന്റെ നേതൃത്വത്തിലാണ് മതിലുകൾ പൊളിച്ചു നീക്കിയത്. എന്തിനും ഏതിനും സർക്കാരിനെ ആശ്രയിച്ചു നിൽക്കുന്ന പതിവ് രീതിയെ മാറ്റിമറിക്കുകയാണ് ഇവിടെ ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും. റോഡ് വികസനത്തിന് തടസ്സമായി നിന്ന 4 ശ്മശാനങ്ങളും സ്ഥലം ഏറ്റെടുക്കാൻ സമ്മതം നൽകിയതോടെ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് അഴിയാനുള്ള സാധ്യത തെളിഞ്ഞു. ഗതാഗതക്കുരുക്ക് അഴിക്കാനുള്ള ജനകീയ മുന്നേറ്റത്തിന്റെ ആദ്യപടിയാണ് ശ്മശാനത്തിന്റെ മതിൽ പൊളിച്ചു മാറ്റാനുള്ള നടപടിയെന്ന് ജില്ലാ കലക്ടർ പി ബാലകിരൺ പറഞ്ഞു. കണ്ണൂർ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ വേണ്ടി ജനകീയ സൊല്യൂഷൻ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ജനങ്ങൾ സ്വമേധമായിട്ട് അവർ സ്ഥലം വിട്ടുകൊടുക്കുകയും അവിടെ ജനങ്ങൾ തന്നെ അവിടെ മതിൽ നിർമ്മിച്ചു കൊടുക്കുക ആയിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മൾ ചെയ്തത്. നിങ്ങൾക്ക് അറിയുന്നത് പോലെ കഴിഞ്ഞ 2-3 മാസമായിട്ട് നടത്തുന്ന കാര്യങ്ങളുടെ ഒരു അവസാന ഘട്ടമാണ് ഇപ്പോൾ വരുന്നത്. ദേശീയപാതയിലെ റോഡ് വികസനത്തിന് തടസ്സമായി 4 ശ്മശാനങ്ങളാണ് ഉണ്ടായിരുന്നത്. ജില്ലാ കലക്ടറും ജനപ്രതിനിധികളും ഇടപെട്ടതോടെ സ്ഥലം വിട്ടു നൽകാനും പകരം മതിൽ നിർമ്മിക്കുന്നതിന് സ്പോൺസർമാരെ കണ്ടെത്താനും സാധിച്ചു. പുലയ സമുദായ ശ്മശാനം, തെക്കി മക്കാനി, ഒതയോത്ത് ശ്മശാനം, CSI സെമിത്തേരി എന്നിവിടങ്ങളിലെ മതിലുകൾ പൊളിച്ചു നിർമ്മിക്കാൻ സ്പോൺസർമാർ തയ്യാറായതായി ജില്ലാ കലക്ടർ പറഞ്ഞു. ഓരോ മതിൽ നിർമ്മിക്കാനും നമുക്ക് സൗജന്യമായിട്ട് ആൾക്കാരൊക്കെ സ്പോൺസർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണക്ക് ഇന്നത്തെ ഈ പുലയ ശ്മശാനത്തിന്റെ മതിൽ ചേംബർ ഓഫ് കോമേഴ്സ് ആണ് അവർ സ്വമേധമായിട്ട് മുമ്പോട്ട് വന്നത്. അതാണ് ഇവർ നിർമ്മിച്ചു കൊടുക്കാൻ പോകുന്നത്. ഉദയത്ത് പറമ്പിന്റെ മതിൽ ശ്രീ PP ലക്ഷ്മണൻ നിർമ്മിച്ചു കൊടുക്കുന്നു. മക്കാനിയുടെ അവിടുത്തെ ഒരു ശ്രീ അബ്ദുൽ സത്താർ ചെയ്യുന്നു. സിമെട്രിയുടെ അബ്ദുൽ സത്താർ ചെയ്യുന്നു. സിമെട്രിയുടെ മതിൽ നിർമ്മിക്കാൻ വേണ്ടി ലയൺസ് ക്ലബ്ബ് മുമ്പോട്ട് വന്നു. സോ നമുക്ക് ഇതുപോലെ രീതിയിൽ നമുക്കൊരു ജനകീയമായിട്ട് ജനപങ്കാളിത്തം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് റോഡുകളിൽ ഇപ്പോൾ വികസിപ്പിക്കണം ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റോഡ് വികസനത്തിന്റെ ജനകീയ മാതൃക വിജയിക്കുന്നതോടെ ജില്ലയിലെ മിക്ക റോഡുകളിലെയും ഗതാഗതക്കുരുക്ക് അഴിക്കാനാവുമെന്ന വിശ്വാസത്തിലാണ് ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും ജനങ്ങളും. ഇനിയൊരു ഇടവേള. കല്ലറിക്കൽ മഹാറാണി ജുവലേഴ്സ്, AVK നായർ റോഡ്, തലശ്ശേരി. വീടിന്റെ മേൽക്കൂരയ്ക്ക് പിക്കോസ് ഓടുകൾ, കമ്പ്യൂട്ടർ നിയന്ത്രിത മെഷീനുകളിൽ നിർമ്മിച്ച ഗ്യാരണ്ടിയോട് കൂടിയ ഓടുകൾ, ഇന്റർലോക്കുകൾ, പരിചയസമ്പന്നരായ തൊഴിലാളികളുടെ സേവനം. പിക്കോസ്, പിണറായി ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പിണറായി. ഫ്രാൻസിസ് ആലുക്കാസ് ഡയമണ്ട്സ്, ലൈറ്റ് വെയ്റ്റ് ഫാഷനുകളുടെ അമൂല്യമായ കളക്ഷനുകൾ, നമ്മുടെ മനസ്സിനിണങ്ങുന്ന വിലകളിൽ. ആഘോഷിക്കൂ ഫ്രാൻസിസ് ആലുക്കാസ് ഡയമണ്ട്സ്, വജ്രശോഭയിൽ തീർത്ത പൊന്നോണം. ഹായ്. ഓ ഹായ്. കുടിക്കാൻ? ഓ ആയിക്കോട്ടെ. എന്ത് ഭംഗിയുള്ള ഫർണിച്ചറാ. ഇതൊക്കെ എവിടെ നിന്നാണാവോ? എന്താ ഇഷ്ടപ്പെട്ടോ? അയ്യോ ചേച്ചി കാണാൻ എന്ത് ഭംഗിയാ. ഓ താങ്ക് യു. മൈ ഹോം, മൈ ഫർണിച്ചർ, മൈ സുനിത. ആരെയും കൊതിപ്പിക്കുന്ന ഫർണിച്ചർ വിസ്മയങ്ങളുമായി സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. തുലാമാസം വന്നതോടെ ചേപ്പറമ്പ് പ്രദേശത്തുകാർ ഭീതിയിലാണ്. ഈ ഒരാഴ്ചക്കിടയിലുണ്ടായ ഇടിയിലും മിന്നലിലുമായി ചേപ്പറമ്പ് പ്രദേശത്തെ നിരവധി വീടുകളാണ് ഇടിമിന്നലേറ്റത്.
ചേപ്പറമ്പിൽ മിന്നൽ പ്രഹരമേൽക്കുന്നത് പതിവാക്കി വീണ്ടും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് തുടരുകയാണ്. വെള്ളിയാഴ്ച 6 മണിയോടെയുണ്ടായ കനത്ത ഇടിയിൽ വീടിന്റെ ചുമരിനും പടികൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ഭിത്തി അടർത്തി മാറ്റിയ നിലയിലാണ് കേടുപാട് സംഭവിച്ചത്. മുറ്റത്തെ മരത്തിനു സമീപം മണ്ണിലും ആഘാതമേറ്റിരുന്നു. മുറ്റം നടുകെ വിണ്ടുകീറിയ രീതിയിലുമാണ്. പ്രായമായ ചാത്തുകുട്ടി പെരുവണ്ണാൻ ഭാര്യ ദേവിയും മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിലും അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. പഞ്ചായത്ത് മെമ്പർ പ്രസീത വീട് സന്ദർശിച്ചു. ഇതോടെ ചേപ്പറമ്പ് പ്രദേശത്ത് മിന്നലാഘാതമേൽക്കുന്നത് പതിവാവുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസം മുൻപാണ് മറ്റൊരു വീടിന്റെ വയറിങ്ങുകൾ മുഴുവൻ കത്തി നശിച്ചത്. ഇത്തരത്തിൽ വർഷാവർഷം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോഴും ചേപ്പറമ്പ് പ്രദേശത്ത് മാത്രം ഈ രീതിയിൽ സംഭവിക്കാനുള്ള കാരണം അധികാരികൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തേണ്ടതുമാണ്. വ്യാപകമായ മൊബൈൽ ടവറുകൾ പ്രദേശത്ത് മിന്നലേൽക്കുന്നതിന് കാരണമാകുന്നു എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. സംഘപരിവാർ താൽപര്യം സംരക്ഷിക്കുന്ന ഭരണമാണ് കേരളത്തിലേതെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ പറഞ്ഞു. CH ദിനാചരണത്തോടനുബന്ധിച്ച് പുതിയ ബസ് സ്റ്റാൻഡിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘപരിവാർ താൽപര്യം സംരക്ഷിക്കുന്ന ഭരണമാണ് കേരളത്തിലേതെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാരെ കടന്നാക്രമിച്ച് മോഡിയുടെയും RSSന്റെയും പ്രീതി പിടിച്ചുപറ്റാനുള്ള മത്സരമാണ് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയും നടത്തുന്നത്. മോഡിയുടെ നയങ്ങളെയോ നിലപാടുകളെയോ എതിർക്കാനുള്ള ധൈര്യം പോലും കേരളത്തിലെ മുഖ്യമന്ത്രിക്കില്ലെന്നും വിജയരാഘവൻ പറഞ്ഞു. ജനവിരുദ്ധവും പ്രതിലോമകരവുമായ നയങ്ങളാണ് BJP നടപ്പാക്കുന്നതെന്ന് 6 മാസത്തെ ഭരണം തെളിയിച്ചു. പാവങ്ങൾക്ക് വേണ്ടിയുള്ള വാചകം ഇപ്പോൾ കേൾക്കാനേയില്ല. ഡീസൽ വില നിയന്ത്രണമടക്കം കമ്പോളത്തിൽ വിട്ടുകൊടുക്കുകയാണ് സർക്കാർ. ജനങ്ങളെ കൊള്ളയടിക്കാൻ എല്ലാ മേഖലയിലും ബഹുരാഷ്ട്ര കുത്തുകൾക്ക് മുന്നിൽ തുറന്നിടുകയാണ്. അത്യന്തം അപകടകരമായ വലതുപക്ഷ നയങ്ങളാണ് ഒന്നൊന്നായി നടപ്പാക്കുന്നത്. സംഘപരിവാർ പിന്തുണയുള്ള തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള സർക്കാർ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആപത്ത് കേവലം തെരഞ്ഞെടുപ്പിൽ മാത്രം ഒതുങ്ങുന്നതല്ല. മുതലാളിത്ത താൽപര്യം സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുകയാണ്. കേരളത്തിലും പ്രത്യേക ലക്ഷ്യത്തോടെ CPIMനെ കടന്നാക്രമിക്കുകയാണ്. ഇതിനെ നേരിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കരുത്തോടെ മുന്നോട്ടു പോകുമെന്നും A. വിജയരാഘവൻ പറഞ്ഞു. ദുർബലർക്ക് കൂടി അതിൽ പങ്കാളിത്തം ലഭിക്കുന്ന തരത്തിലേക്ക് ഒരു സമൂഹത്തെ പുനർനിർണയിച്ചു. വേറെ എവിടെയാണ് ഇങ്ങനെ ഒരു അനുഭവം ഈ ഭൂമിയിലുള്ളത്? വേറൊരു നാട്ടിലുണ്ടോ? വേറെ ഏതെങ്കിലും പ്രദേശത്തുണ്ടോ? ഏത് നയസമീപനത്തിന്റെ കീഴിൽ നിന്നുകൊണ്ടാണ് ഈ മാറ്റമുണ്ടാക്കിയത്? മുതലാളിത്ത നയസമീപനത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട്, അതിന്റെ ചട്ടക്കൂടിന്റെ അതിരുകളിൽ നിന്നുകൊണ്ട് അതേ നിയമ സംവിധാനത്തെ വ്യത്യസ്തമായ ഒരു തരത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിലെ ആദിദുർബലിനു കൂടി ജീവിത പുരോഗതിയുടെ ഒരു പങ്ക് കൃത്യമായി ഉറപ്പിക്കുന്ന തരത്തിൽ കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു ഭൂവിഭാഗത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതിനെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ സമൂഹത്തിന് ഈടുവെപ്പായി നൽകിയ ഏറ്റവും വലിയ സംഭാവന. ആർക്കും നിഷേധിക്കാൻ കഴിയും. വൈദ്യുത ലൈനിൽ തൂങ്ങിയ മരക്കൊമ്പ് ദേഹത്തു വീണ് സ്കൂട്ടർ യാത്രക്കാരന്റെ തോളല് തകർന്നു. അഞ്ചരക്കണ്ടിക്കടുത്ത് പടുവിലായി അരീക്കൻചാലിലെ സജേഷിനെയാണ് പരിക്കുകളോടെ തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അഞ്ചരക്കണ്ടിക്കടുത്ത് അരീക്കൽ ചാലിലെ സജേഷിനെയാണ് തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തേപ്പ് പണിക്കാരനായിരുന്ന സജേഷ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് സ്കൂട്ടറിൽ മടങ്ങുന്നതിനിടയിൽ പാതിരിയാട് വായനശാലയ്ക്കടുത്ത് അപകടത്തിനിരയാവുകയായിരുന്നു. ഹൈടെൻഷൻ വയറിൽ ചാഞ്ഞ മരം KSEB കരാറുകാരൻ ഇന്നലെ മുറിച്ചിരുന്നു. എന്നാൽ ഇന്നലെ ഇത് പൂർണ്ണമായി നീക്കം ചെയ്തിരുന്നില്ല. അപകടത്തിൽ സജേഷിന്റെ ഇടുപ്പിനും ഇരു കൈകൾക്കുമാണ് പരിക്കേറ്റത്. KSEB ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന്. വീട്ടിലേക്ക് പോവുകയായിരുന്നു. വട്ടിപ്പുറം മൂന്നാംപടി റോഡ് വഴി പോകുമ്പോൾ കയ്യിൽ വായനശാല എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അതിന് പരിസരത്തെത്തിയപ്പോൾ ഇലക്ട്രിസിറ്റി ജീവനക്കാർ മരം മുറിച്ച് മാറ്റിയതിൻ്റെ ഭാഗമായി ഒരു മരത്തിൻ്റെ മേൽ മുറിച്ച കൊമ്പ് അടർത്തിയിടാതെ അവരവിടെ നിർത്തിയിരുന്നു. അത് കാറ്റടിച്ച സമയത്ത് അതുവഴി ബൈക്കിൽ കടന്നു പോയിരുന്ന സുജേഷിൻ്റെ ശരീരത്തേക്ക് വീഴുകയായിരുന്നു. മരക്കൊമ്പ് തട്ടി വീഴുകയും അവിടെയുള്ള നാട്ടുകാർ അവിടെ നിന്ന് കൂത്തുപറമ്പ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടുന്ന് വീട്ടിലേക്ക് ഇന്ദിരാഗാന്ധിയിലേക്ക് മാറ്റുകയും ചെയ്തു. KSEBക്കാർ ഈ സമയം വരെ തിരിഞ്ഞു നോക്കിയില്ല. അവർ ഇന്നലെ രാത്രി ആരൊക്കെ ബന്ധപ്പെട്ട സമയത്ത് വരുമെന്ന് പറഞ്ഞു. ഈ സമയം പോലും KSEB ഇതിനു വേണ്ട ഒന്നും ചെയ്തിട്ടില്ല, വന്ന് അന്വേഷിച്ചു പോലുമില്ല. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് സജീഷ് പോലീസിൽ പരാതി നൽകി. ഒരു ഇടവേള കൂടി. ദേവദേ
designed with the touch of God. Chemanur International Jewelers. സ്ത്രീത്വപൂർണത മാതൃത്വത്തിലൂടെ, ആത്മവിശ്വാസപൂർണത വസ്ത്രവിസ്മയത്തിലൂടെ, സ്വപ്നവർണ്ണങ്ങളിൽ ഫാഷൻ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം, ആത്മവിശ്വാസം നിറയ്ക്കും ഉടയാടകൾ, അതിശയിപ്പിക്കും വിലക്കുറവിൽ. PS Sarees and Ready-Mades, Wholesale and Retail, near Old Police Station, PS Junction, Lawrence Road, Talsheri. Phone 0490 2342 225. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിർത്തിയിട്ട ട്രെയിനിൽ സ്ത്രീയെ തീക്കൊളുത്തി കൊലപ്പെടുത്തിയ യുവാവിനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. ചെറുവാഞ്ചേരിയിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ്സുകൾക്ക് നേരെ ആക്രമണം. പ്രണയാഭ്യർത്ഥന നിരസിച്ച വിദ്യാർത്ഥിനിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.